സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും നാളും സ്നേഹിച്ച ഒരു മനുഷ്യന് അവിഹിതമുണ്ട്, ലൈക്ക് വേറൊരു സ്ത്രീയുടെ അടുത്ത് പോകുന്ന പറയുന്നത് നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഭയങ്കര കാരണം ഞാൻ സാധാരണഗതിയിൽ ഇപ്പം എന്തെങ്കിലും എന്നോട് വഴക്കിടാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചാടി കടിച്ച് ഒരു വഴക്കാക്കും അതവിടെ പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴക്കായിരുന്നു അവിടെ എപ്പോഴും. പിന്നെ പൈസ ഒരു ഗ്രീഡി പേഴ്സൺസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട്, അതൊക്കെ പറയേണ്ട സ്ഥലമുണ്ട് വേറെ, അത് എത്രമാത്രം എങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഒരു കേസിൽ വന്നപ്പോൾ ഞാൻ ഒരിക്കലും അയാളുന്നത് പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഒരിക്കലും ഞാൻ അയാളുന്നത് പ്രതീക്ഷിച്ചില്ല. കാരണം ഇയാൾ പറയുമ്പോഴൊക്കെ ഇയാൾ ഓഫീസിലെ അവിഹിതങ്ങളൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഇയാൾക്ക് ഇത് എങ്ങനെ പറ്റും, ഇയാളൊരു പുരുഷനല്ലേ, ഇയാൾ എങ്ങനെയാണ് ഓഫീസിലെ അവിഹിതങ്ങളൊക്കെ എന്നോട് വന്നിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത്, ഓഫീസിലെ അവിഹിതങ്ങളാണ് പറയുന്നത്, പ്രണയകഥയല്ല പറയുന്നത്. ഞാൻ സത്യം അപ്പോൾ ഞാൻ തമാശയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സത്യം പറ ഇത് നിങ്ങൾ അല്ലേ ഇതിലെ നായകനെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നിട്ട് പിന്നെ അതാ ഇങ്ങനെ പറഞ്ഞാൽ പലരെയും ഞാൻ പിന്നെ അവിഹിതത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തന്നെ അത് പിടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. എങ്ങനെയാ അറിഞ്ഞേ ഇത് പുള്ളിക്കൊരു 2 വർഷമായിട്ട് പുള്ളി ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതായത് മോളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. മോള് ഇപ്പോൾ താഴെ ഇരുന്ന് TV ഒക്കെ കാണുവാണെങ്കിലും പുള്ളി മേളിൽ തന്നെ എപ്പോഴും ഫോണുമായിട്ട് മേളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അപ്പോഴും എനിക്ക് പൊട്ടിക്കാളി, എനിക്ക് സംശയമേ തോന്നിയില്ല. കാരണം പുള്ളി ഒരിക്കലും ആ ഒരു ലെവലിൽ പോകത്തില്ലെന്ന്, ലോ ലെവലിലേക്ക് പോകത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പുള്ളിയെക്കുറിച്ച് കുറേ അലിഗേഷൻസ് ഒക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞെങ്കിലും ആഫ്റ്റർ മാരേജ് അല്ലേ അത് നമുക്ക് നോക്കാം എന്ന രീതിയിലായിരുന്നു എൻ്റെ ചിന്താഗതികൾ. കാരണം ബിഫോർ മാരേജ് എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് പ്രണയമില്ലെന്ന് വെച്ചാൽ പുള്ളിക്ക് പ്രണയിക്കാതിരിക്കാൻ പറ്റുമോ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വർഷത്തോളം ഞാനത് ചിന്തിച്ചിട്ടില്ല. 2 വർഷത്തോളം പുള്ളി ഒരു പതിയെ എനിക്കത് ഫീൽ ചെയ്യുമല്ലോ. കാരണം 10 വർഷമായിട്ട് പുള്ളിയുടെ 10 വർഷത്തിൽ പലയിടത്തും ഇടിയും പരവസ്ഥയിലേക്കായിട്ട് വീട്ടിൽ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 6-7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിലെ ഫാമിലിയിലാണ് താമസിച്ചത്. അപ്പോൾ മോളെ ഒന്ന് ശ്രദ്ധിക്കുന്നതിലും മോളോടുള്ള കൺസേണിലൊക്കെ എന്തൊക്കെയോ ഒരു എന്താ വെച്ചാൽ മോള് എന്തും പുള്ളിയോട് നമ്മൾ ചോദിക്കണം. ഞാൻ ചോദിക്കുന്നത് പോട്ടെ, കുഞ്ഞിനാണെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മോൾക്കത് വേണ്ടതല്ലേടി എന്ന് ചോദിക്കത്തില്ല, അവൾ വേണമെങ്കിൽ ചോദിക്കണം. പുള്ളിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മടിയിലിരുത്തി സ്നേഹിക്കാൻ പഠിപ്പിക്കണം അത്രേ. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടത് പറ്റില്ല. ഒരിക്കലും എന്നോട് ചോദിച്ചില്ല എന്തിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നൊരു പോയിന്റ് അതായിരുന്നു പുള്ളിയായിട്ട്. എടാ ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കുന്നതിനോ ഞാൻ അമ്മയോ അച്ഛനോ ആയിക്കോട്ടെ, ഒരാളെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും എനിക്ക് തോന്നുന്ന ഇമോഷൻസ് നിന്നുമാണ്. അത് ഇമോഷൻസ് നമുക്ക് ഒരാളെ എങ്ങനെയാണ് കുത്തിക്കയറ്റി വെക്കാൻ പറ്റുക? അവരുടെ അച്ഛനും അമ്മയും വളർത്തി കുളവാക്കിയ മകനെ എനിക്ക് എങ്ങനെയാണ് നന്നാക്കാൻ പറ്റുക? അയാളെ സ്നേഹിക്കാൻ അവരല്ലേ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അയാൾ സ്വന്തമായിട്ട് ഡെവലപ്മെന്റ് വേണം. സ്വന്തമായിട്ട് നിലപാടില്ല കേട്ടോ പുള്ളിക്ക്. അത് ജീവിതത്തിൽ അയാൾ ഇനി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എനിക്ക് പറയാനുള്ള പുള്ളിയുടെ നിലപാടുമായിട്ട് പോയാൽ ജീവിതം ഇഷ്ടമില്ല. ഇയാൾ പോക്കയാളുടെ കാര്യം നിലപാടില്ല, ലക്ഷ്യബോധമില്ലൊന്നുമില്ല. ഇപ്പൊ ചേച്ചി ലൈക്ക് വേറെ വർക്ക്സ് ഒക്കെ ചേച്ചി ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ചേച്ചി ആണെങ്കിൽ ഇപ്പൊ ഡിബേറ്റ്സിന് ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ മൂപ്പര് എന്തെങ്കിലും പുള്ളിക്ക് ഒന്നിനും മറുപടി ഇല്ല, മൗനം. അപ്പം ഞാൻ മൗനം സമ്മതം അങ്ങോട്ടൊക്കെ എടുത്തു. പിന്നെ പണ്ടേ എന്തൊക്കെ മറ്റേ റിബൽ സ്വഭാവം ഉണ്ടല്ലോ, ഞാനൊരു വ്യക്തിത്വമാണ്. പുള്ളിയുടെ ഇഷ്ടത്തിന് മുടി വെട്ടുന്നു, മുട്ടയടിക്കുന്നു, നടക്കുന്നു, പാൻറ് ഷർട്ട് വിടുന്നു. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മുടി വെട്ടുന്നു, നടക്കുന്നു. പുള്ളി പൈസയും തരില്ല, പുള്ളി പൈസയും തരാറില്ല. പുള്ളി മോളുടെ കാര്യത്തിന് എന്തെങ്കിലും പുറകെ അത് ചോദിച്ചാൽ മാത്രമാണ് മാസം അവളുടെ കാര്യങ്ങൾക്ക് പൈസ തരുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഒരിക്കലും എനിക്ക് വണ്ടിക്കൂലി തന്നിട്ടില്ല, എനിക്കൊരിക്കലും ഫുഡ് വാങ്ങിക്കാൻ പൈസ തന്നിട്ടില്ല. ആദ്യകാലങ്ങളിൽ നമുക്ക് ഇടുന്ന പൈസ കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ മെഹറിനറിയാലോ തുടക്കമൊക്കെ എത്രമാത്രം സ്ട്രഗ്ലിംഗ് ആയിരിക്കുമെന്ന്. പൈസ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പുള്ളി കൊണ്ടാക്കുകയോ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനത്തെ എന്തെങ്കിലും വെച്ചാൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പൈസ ഇല്ലാതെ നമ്മൾ വിഷമിച്ചിരിക്കുക, ഞാൻ വേറെ ആരെങ്കിലും കടവ് വെച്ചിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചോദിക്കുന്ന നാണം കെട്ട്. അപ്പോൾ എൻ്റെ ബ്രദർ ഇട്ട് തരികയോ അല്ലെങ്കിൽ അമ്മ തരികയോ ചെയ്യും. അപ്പോൾ നീ വീട്ടിൽ പോകുന്ന വഴിക്ക് വീട്ടിൽ കയറിയിട്ട് മേടിച്ചിട്ട് പോകുക അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചൊന്നും പുള്ളി ചോദിക്കുകയില്ല, ഒരിക്കലും ചോദിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. നിനക്ക് പൈസ ഉണ്ടോ കയ്യിൽ? പുള്ളിയുടെ മോളെ കൊണ്ടുപോകണമെങ്കിൽ മാത്രം ഞാൻ അങ്ങോട്ട് പറയും പൈസ ഇല്ല, ഡോക്ടറെ കാണിക്കുന്ന പൈസ ഇട്ട് തരാൻ പറയും. അവൾക്ക് കണ്ണിനൊരു ചെറിയ വിഷയം വന്നപ്പോഴത്തേക്ക് അത് കൊണ്ടുപോകാനായിട്ട് ഞാനിവിടെ ഹോസ്പിറ്റലിൽ എറണാകുളത്തേക്ക് വരുന്നതിന് ഇച്ചിരി പൈസ ചിലവുണ്ടപ്പോഴും പുള്ളിയോട് പറഞ്ഞാൽ ഇത്ര എമൗണ്ട് ഇട്ടെന്ന് ഞാൻ കൊണ്ടുപോകാൻ. പുള്ളിക്ക് കൊണ്ടുപോകാൻ സമയമില്ല. പക്ഷെ അവിടെ മറ്റേ ചുമടായിരുന്നു പുള്ളിക്ക് പണി, നാഷണൽ അവിടെ ഓഫീസിലെ ചുമടെടുക്കലായിരുന്നു പുള്ളിയുടെ പണി. അത്ര തിരക്കായിരുന്നു പുള്ളിക്ക്. എന്നാൽ പുള്ളി പറയാറ് പക്ഷേ വീട്ടിൽ വരുന്നതിന് പുള്ളിക്ക് തിരക്ക്, ഓഫീസിൽ സ്പെൻഡ് ചെയ്യുന്നതിന് പുള്ളിക്ക് തിരക്കില്ല. അപ്പോൾ ഈ ഒരു റിലേഷനെ കുറിച്ച് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ഒരു 2 വർഷമായിട്ട് പുള്ളിക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനോർത്തോ പുള്ളിക്ക് എന്നെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല, പുള്ളി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ബിസിനസ്സിൻ്റെ തിരക്ക്, ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് ദൈവം ഈ ശുദ്ധന ദൈവം എപ്പോഴും സംരക്ഷിക്കും. അവർ പൊട്ടന്മാരായിട്ടിരുന്നാലും ദൈവം എപ്പോഴെങ്കിലും അവരുടെ മുമ്പിൽ കൂടെ സാധനം ഇടും. അങ്ങനെ പുള്ളി ഒരു അലിഗേഷൻ്റെ ഭാഗമായിട്ട് ഓഫീസിൽ നിന്ന് ഒരു കേസുമായിട്ട് പുള്ളിയുടെ ചുമത്തപ്പെട്ട് പുള്ളി ഒളിവിപ്പോയി. ഓഫീസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മാറ്റിയതിൻ്റെ പേരിൽ ഓഫീസിൽ നിന്ന് പണിയൊക്കെ പോയി കേട്ടോ, പണിയൊക്കെ അവർ പറഞ്ഞു വിട്ടു അവിടുന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒളിവിലിരുന്ന സമയത്ത് പുള്ളി ഉപയോഗിച്ച് ഫോൺ എൻ്റെ മോക്ക് കളിക്കാനായിട്ട് കൊണ്ട് കൊടുത്തു. അത് ഞാൻ പരിശോധിച്ചപ്പോൾ തെളിവാണ് നമ്മുടെ കയ്യിൽ. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളായിരുന്നു അതിനകത്ത്. അന്ന് ഞാൻ പൂർണ്ണമായിട്ട്, അതിനു മുമ്പ് എൻ്റെ കസിൻസ് പറയുന്നു, ഫ്രണ്ട്സ് പറയുന്നു, ഈ രാത്രി കാലങ്ങളിൽ നീ എന്താ ചോദിക്കത്തില്ലേ? ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നത് എന്നെ അവർ സഹായിക്കാൻ വന്നതാണ്, എനിക്ക് പിന്നെ ഈ ചുമ്മാ അങ്ങ് സാമ്പത്തിക സഹായം ചെയ്യാനായിട്ട് ഇയാൾ ആരെന്ന് ഞാൻ അപ്പോഴും ഞാൻ ചിന്തിച്ചില്ലേ, ആര് പൊട്ടി ആ സമയത്തൊക്കെ. അങ്ങനെ ഫോൺ സംഭാഷണം പിടിച്ചോടുകൂടി അത് ഞാനൊന്ന് ചിന്തിച്ചാൽ പുള്ളിയോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി അത് ഓടിപ്പാഞ്ഞു ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ ഞാൻ 100% അടിവരെ ഇട്ടു. പുള്ളി ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിന് മുമ്പ് നമുക്ക് തോന്നും സിംറ്റംസ് അടിക്കാം. കാരണം കുഞ്ഞിനോട് പോലും ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ ഏത് നേരം നോക്കിയാലും മോളിൽ ഫോണില്ല. ബാത്റൂമിൽ പോയാൽ ഫോൺ, പിന്നെ നടക്കുന്നത് ഫോൺ, ഇരിക്കുന്നത് ഫോൺ, കാറിൽ വന്ന് കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകൾ അതിനകത്ത് ഫോൺ. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇയാൾ ഓഫീസിലുള്ള ആരെങ്കിലും ആയിട്ട്. അപ്പോൾ ഇയാളോട് പറയും ഞാൻ പെണ്ണുങ്ങളുമായിട്ടൊന്നും അല്ല സംസാരിക്കുന്നത്, ഞാൻ ആണുങ്ങളുമായിട്ടാണ്. നീ എന്തോ ചിന്തിക്കുന്നത്?
പണ്ടോട്ടേ ആൾക്ക് ഫോൺ മേടിക്കുന്നു, പണ്ടോട്ടേ ഓരോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നായിരിക്കും ആൾക്ക്, എനിക്ക് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ചൊന്നും. തെളിവ് സഹിതം എൻ്റേത് പുള്ളിയുടെ തന്നെ ഓഫീസിലുള്ള പിള്ളേരുള്ള വൃത്തിയായിട്ടുള്ള റിലേഷനാണ്. അതല്ലാതെ പുതിയ മറ്റേ അൺമാരീഡ് ആയിട്ടുള്ള വുമനുമായിട്ടൊന്നും അല്ല. അപ്പം ആ സ്ത്രീയും അവിഹിതം അവിഹിതം തന്നെ. ഞാൻ എന്നിട്ട് അയാളുടെ ഓഫീസിൽ പോയി ഭർത്താവിനോട് കാര്യം എന്ന് പറഞ്ഞു കൊടുത്തേച്ചു. ആ സ്ത്രീയുടെ ഭർത്താവിനോട്. അയാളെ എടുക്കാതിരിക്കാൻ നമ്മുടെ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഞാൻ റിലേഷൻ. ആ ഫോണാണ് വഴിത്തിരിവായത് എന്ന് വെച്ചാൽ ഇത് ഉറപ്പിക്കാൻ. അപ്പോൾ പിന്നെ ഞാൻ ഒരിക്കലും ഒരു പ്രാവശ്യം മാത്രം പുള്ളി എന്നോട് വിളിച്ച് ചോദിച്ചു, വിളിക്കാൻ എങ്ങനെ തൊലി കെട്ടി വന്നെന്ന് എനിക്കായിരിക്കും, ഒരു ചാൻസ് കൂടെ എനിക്ക് നീ തരില്ലേ എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ ഷൂട്ടിന് വരുവാ, ഞാൻ ഡ്രൈവിങ്ങിലാണ്, എനിക്കൊന്ന് അരൂർ ബൈപ്പാസിൽ ഡ്രൈവിങ്ങിലാണ്. ഞാൻ ചോദിച്ചു, നാണമില്ല നിങ്ങൾക്ക്, ഇതിന് മരിച്ചുകൂടെ നിങ്ങൾ? ഞാൻ ചോദിച്ചതാണ്, ഞാൻ എവിടെയാ അത് പറയും, നിങ്ങൾ മരിച്ചുകൂടെ? മരിച്ചിരുന്നെങ്കിൽ ഞാൻ മറ്റേ മാലയിട്ട് എൻ്റെ മോളും കൂടെ ഒരു കണ്ണീര് പൊഴിച്ചേനെ മരിച്ചിരുന്നെങ്കിൽ. പക്ഷേ നിനക്ക് മോളെ നിങ്ങൾ. അപ്പോൾ അയാൾ എന്നോട് സമ്മതിച്ചു, നീ ഉദ്ദേശിക്കുന്ന അത്രയും ആഴങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഇല്ലായിരുന്നു അത്രേ. അപ്പോൾ സമ്മതിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് വേറെ ആലോചിക്കണം. പുള്ളി എന്നോട് സമ്മതിക്കുകയാണ്, റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന അത്ര ആഴങ്ങൾ എന്ന് വെച്ചാൽ അവർ ഹോട്ടലിൽ റൂം എടുത്തില്ലെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതിനുശേഷം ഒരിക്കലും ഞാൻ പുള്ളിയോട് സംസാരിച്ചിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു വേദന എനിക്ക് എൻ്റെ മോളുടെ കാര്യത്തിലാണ്. ഒരിക്കലും ആ കുഞ്ഞിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല, ഒരിക്കലും. അന്നും ചെയ്തിട്ടില്ല. ആ 2 വയസ്സുള്ളപ്പോഴും അബൻഡൻ ചെയ്തു, ഇപ്പോൾ അവൾ 9 വയസ്സുള്ളപ്പോഴും അബൻഡൻ ചെയ്തു. 2 വയസ്സുള്ളപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു. കഷ്ടാലെ ഞാൻ തിരിച്ചു പോയത്, അയാൾ പിന്നെയും നന്നാകുമെന്ന് കരുതി. പക്ഷേ അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കളാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് നീ അടുത്തില്ലാതിരുന്നുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹം തോന്നാതെന്ന് പറഞ്ഞവൻ 6 വർഷം കൂടെ കഴിഞ്ഞ കുഞ്ഞിനോട് സ്നേഹം കാണിക്കുന്നില്ല ഇപ്പോൾ, അല്ലെങ്കിൽ അടുപ്പമില്ല. അവളുടെ ബർത്ത്ഡേ കഴിഞ്ഞു, ഓണം കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, ഒന്നിനും വന്നിട്ടില്ല അയാൾ. അപ്പോൾ അയാൾ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിൽ ആളല്ല. ഹീസ് ജസ്റ്റ് എ സൈക്കോ, ഐ തിങ്ക്. നോർമൽ ഒരു മാൻ അല്ല. നോർമൽ മാൻ ഉറപ്പായിട്ടും ഭാര്യയോട് മിണ്ടില്ലെങ്കിലും മക്കളോട് വരും, മകളോട്. അത്രയും ഒരു പാവം കുഞ്ഞാ. അപ്പോൾ ഞാൻ സ്കൂളിൽ പബ്ലിക്കായിട്ട്, കാരണം അവളെ ഒരാളും കുത്തരുതെന്ന് എനിക്ക് നിർബന്ധം. അവൾക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം, അവളുടെ ഫാദറിൻ്റെ കാര്യത്തിൽ അവൾക്ക് വിഷമമുണ്ട്. പക്ഷെ അത് കാണിക്കില്ല, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം അവള് അമ്മ അച്ഛൻ എന്നെ എന്തായിരിക്കും കാണാൻ വരാതെ. ഇനി ഞാൻ അയാളെ ഇപ്പോൾ അവൾ പറയുന്ന ഞാൻ ഇനി അയാളെ എന്നെ കാണാൻ വന്ന് ഞാൻ പറയുന്ന ആ ലെവലിലേക്ക് അവൾക്ക് വളർന്നു തുടങ്ങിയല്ലോ, അവൾക്ക് മനസ്സിലായി തുടങ്ങി. നമ്മളൊന്നും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും, ഞാനൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഇങ്ങനെ റിലേഷൻ ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും നമ്മൾ വിഷയങ്ങൾ നിനക്ക് അറിയാമല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് താല്പര്യം, എനിക്ക് പറ്റത്തില്ല കുഞ്ഞെ അങ്ങനെ ഒരാളെ. കാരണം ഞാൻ ഒരാളെയും ചീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അഥവാ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായാൽ, ഇനി ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്, ബട്ട് ഒരു ലിവിംഗ് റിലേഷൻ ഉണ്ടായാലും എൻ്റെ മോളോട് പറഞ്ഞിട്ടായിരിക്കും. കല്യാണം കഴിച്ചുകൊണ്ട് അയാളെ വഞ്ചിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ ചെയ്യില്ല. എനിക്ക് അങ്ങനെ ഒരു ബോണല്ല, ഞാൻ അങ്ങനെ ഒരു ബ്ലഡ് അല്ല എൻ്റെത്, എനിക്കത് പറ്റത്തില്ല ഒരിക്കലും. റിലേഷൻഷിപ്പ് ഒരാളുടെ പ്രണയം തോന്നിയാൽ പോലും ഹസ്ബൻഡിനോട് പറഞ്ഞ് എനിക്ക് തുടരാൻ താല്പര്യം, നമുക്കൊരു ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് തന്നെ ചെയ്തുകൊണ്ട് ഞാൻ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ. അത് വെച്ചുകൊണ്ട് ഒരു അവിഹിത പരിപാടി, ആ പരിപാടിക്ക് എന്നെ കിട്ടത്തില്ല, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അയാളോട് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. അപ്പോൾ അയാൾ പറയുന്ന വാക്കുകളുടെ ഞാൻ ഇപ്പോൾ ചിരി വരും എനിക്ക്. എനിക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ഇങ്ങനെ? നമ്മുടെ മോളെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത്ര സിമ്പിളാണ് ഡൈവോഴ്സ് വെരി സിമ്പിളാണ് ഡൈവോഴ്സ്. പക്ഷേ അതിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ബിക്കോസ് ഓഫ് അവളുടെ ഒരു ബാല്യം, അവളുടെ ഒരു മൈൻഡ് എനിക്കത് അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെ മകളായതുകൊണ്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. അവൾ എന്നോട് ഒരിക്കലും പറയുന്നില്ലെങ്കിലും എനിക്കിത് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ മോളുടെ അച്ഛനും അമ്മയും ഫ്രണ്ടും എല്ലാമാണ്. ബേബി ഇൻസൈഡ് അവൾ വളരുമ്പോൾ കുറച്ചുകൂടെ ബോൾഡാക്കി വളരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളോട് അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. മോൾക്ക് അച്ഛനെ കാണാത്ത വിഷമമുണ്ടോ, വിഷമിക്കേണ്ട, അയാൾ വരും, ഒരിക്കലും പറയാറില്ല. എപ്പോഴെങ്കിലും കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ? ആദ്യ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പിന്നെ എന്നെ ഇഷ്ടമല്ലായിരിക്കും അച്ഛൻ, അല്ലേ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ അച്ഛൻ വരാത്തത്, അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ബയോളജിക്കലി കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെയാണ് അയാൾ. കുഞ്ഞിന് എപ്പോൾ അച്ഛനെ കാണണമെന്ന് തോന്നിയാലും ഇപ്പം അച്ഛൻ വരികയാണെങ്കിൽ അമ്മ ഒരിക്കലും എതിർക്കത്തില്ല. ബിക്കോസ് കോടതിയുടെ പെർമിഷനോട് കൂടി മാത്രം. അല്ലാതെ അയാൾ, കാരണം കുഞ്ഞിനെ അയാൾ നോക്കണം, കുഞ്ഞിന് ചിലവിന് തരണം, കുഞ്ഞിൻ്റെ കാര്യം. കാരണം അവൾ വഴിയിൽ കിടന്ന് പ്രസവിച്ചുകൊണ്ട് അവിഹിതത്തിലുണ്ടായ കുട്ടിയല്ല. അവൾക്ക് റോയൽ നിയമത്താൽ ഇന്ത്യൻ നിയമം അനുസരിക്കുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ അവൾക്ക് കൊടുക്കും, 18 വയസ്സോട് കൊടുക്കാൻ. അത് കഴിഞ്ഞു എനിക്ക് അയാളുടെ പൈസയൊന്നും വേണ്ട, എനിക്ക് ഒറ്റ പൈസ അയാളുടെ വേണ്ട, എന്നെ അവൾ നോക്കാൻ വേണ്ട, മിണ്ടാൻ വേണ്ട. പക്ഷെ ആ കുഞ്ഞ് അവകാശപ്പെടും, അത് അവകാശമുള്ളതാണ് അവൾക്ക്. അപ്പോൾ അവളത് അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാനത് ഏതറ്റം വരെയും പോയത് മേടിച്ച് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അവൾക്ക് തോന്നുന്നതാണ് അച്ഛനുമായിട്ട് മിണ്ടണം, സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എതിർക്കത്തില്ല. പക്ഷെ അത് 18 വയസ്സിന് ശേഷം മാത്രം. അതിന് മുമ്പ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ സാന്നിധ്യത്തിൽ ഒഴിച്ച്, അതും കോടതിയിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞെല്ലാം സെറ്റിൽ ആയതിനു ശേഷം മാത്രം, ഡൈവോഴ്സും ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അയാൾ കുഞ്ഞിനെ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, എനിക്ക് അവളോട് ദേഷ്യമുള്ളൂ, എനിക്ക് താല്പര്യം, അവൾ എൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ച്, ശരി ഞങ്ങൾ തമ്മിൽ മാരേജ് പ്രശ്നമാണ്, ഓക്കെ ഫൈൻ, ഞങ്ങൾ വ്യക്തികൾ തമ്മിൽ, പക്ഷേ എൻ്റെ മോള് അവൾ എൻ്റെ അല്ലേ എന്നൊരിക്കലും അവൾ പറഞ്ഞിട്ടില്ല. ആൻഡ് ഹി ഈസ് എ കവേർഡ്, സച്ച് എ കവേർഡാണ് അയാൾ. സ്വന്തമായിട്ട് സ്നേഹമില്ലാത്ത, എനിക്ക് അടുത്തറിയാവുന്ന ഒരേ ഒരു വ്യക്തി, സ്വന്തമായിട്ട് ഒരു സ്നേഹമില്ലാത്ത, സെൽഫ് ലവ് ഇല്ലാത്തൊരു മനുഷ്യനാണ് അയാൾ. അതുകൊണ്ടാണ് അയാൾ നന്നാവാത്തത്. ഇനി നന്നാവുമെന്ന് തമ്പുരാൻ അറിയാം, അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ നന്നാവും. അയാൾ പിന്നെ കണ്ണും പിടിച്ച് നോക്കി നിൽക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഞങ്ങൾ എത്തിപ്പെടാത്ത ദൂരത്തിൽ എത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇമോഷണൽ
ഓക്കെ. അപ്പൊ ചേച്ചീനെ ഞാൻ പരിചയപ്പെട്ട സമയം തൊട്ട് ചേച്ചി ഒരുപാട് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്ന ഒരാളാണ്. yes, yes. പനങ്കുല പോലെ പോലെ മുടി ഇവിടെ വരെ മുടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ലൈക്ക് ഈ ഒരു സെപ്പറേറ്റഡ് ആയതിനു ശേഷമാണോ ചേച്ചി മുടി മുടി മുറിക്കുക എന്നുള്ളത് എന്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം. ഞാൻ പറഞ്ഞില്ല, എന്റെ സ്വപ്നങ്ങൾക്ക് 4 നൂറ്റാണ്ടിന്റെ വഴക്കമുണ്ട്. ഇന്നലെയും ഇന്നും ഞാൻ കണ്ട സ്വപ്നങ്ങളല്ല, സ്വപ്നമല്ല. ഞാൻ പഴക്കങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നങ്ങളാണ് ഇതെല്ലാം. എന്റെ ടീനേജിലും എന്റെ സ്കൂളിങ്ങിലും ഒക്കെ കണ്ട സ്വപ്നങ്ങളാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അതിന് ഇത്രയും വർഷം ഞാൻ നടന്ന് കയറേണ്ടി വന്നു. ഒരുപക്ഷെ മാരേജ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും നമുക്ക് അത് അറിയില്ലല്ലോ. എനിവേ, അപ്പോൾ മുടി ഉണ്ടായിരുന്ന സമയത്തും എനിക്ക് ബോബ് അടിക്കുന്ന ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടുകാരൻ, ഞാൻ പറഞ്ഞില്ല, ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്, അവർക്ക് മുടിയുള്ളവരാണ്. അപ്പം ഞാനന്ന് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് കോൺഷ്യസ് ആയിരുന്നു. എനിക്ക് എന്നോട് എന്നെ അത്ര സ്നേഹമില്ലായിരുന്നു. ഞാൻ ഭയങ്കര ടാലന്റഡ് ആണെന്ന്, ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവളല്ലെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് എൻ്റെ മാരേജിന് ശേഷമാണ്. അത് ഞാൻ ഒന്നും അല്ലാതായി മരിച്ചു പോകും ഈ റിലേഷൻഷിപ്പിൽ തുടർന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിലെന്ന്. അതൊരു 10 വർഷത്തോളം ഞാൻ ആ തോന്നലോടുകൂടി ജീവിച്ചു. കാരണം നമുക്കൊന്നും ആവാൻ പറ്റുന്നില്ല. ഒരു PSC പഠിച്ചിട്ടൊന്നും ആയില്ല, പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടൊന്നും ആയിട്ടില്ല. പിന്നെ എനിക്കറിയാം ഇതൊന്നും അല്ല എൻ്റെ ജോലി. എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു, ദിസ് ഈസ് നോട്ട് യുവർ ടൈപ്പ്, ഇതല്ല നീ ചെയ്യേണ്ടത്, ഇതൊന്നും അല്ല ശാരിക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പിന്നെ ഉറക്കമില്ലല്ലോ. എന്തൊക്കെയോ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോഴും എനിക്കറിയില്ല ഞാൻ ഏത് വഴിയിലൂടെ പോകുമെന്ന്. ഞാനങ്ങ് ഇറങ്ങുമായിരുന്നു. അങ്ങനെയാണ് വഴിത്തിരി. പിന്നെ മുടി വെട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ബോബ് അടിക്കുന്നത്. പണ്ടും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു മുടി ഇല്ലാത്തത്. മുടി വെട്ടിയപ്പോഴാണ് എൻ്റെ കോൺഫിഡൻസ് കൂടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വീട്ടുകാരെ ബോധം കെടുത്തണല്ലോ എന്ന് ഓർത്ത് ഞാൻ പകുതി 1 വർഷം കൊണ്ടാണ് ബോബിലേക്ക് എത്തിയത്.